വെൽക്കം ടു ഗാ ഡയറീസ്. എൻ്റെ പേര് ഗോപിക. എൻ്റെ ഈ ചാനലിലൂടെ കുക്കിംഗ്, ലൈഫ് സ്റ്റൈൽ, അതുപോലെ സ്കിൻ കെയർ, മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോയുമായിട്ടാണ്. എന്ത് അൺബോക്സിംഗ് എന്നല്ലേ, നമ്മുടെ നൈക്കയിൽ ഇപ്പോൾ ഹോട്ട് പിങ്ക് സെയിൽ നടക്കായിരുന്നില്ലേ. സോ അതിൽ നിന്ന് ഞാൻ മേടിച്ച കുറച്ച് പ്രോഡക്ട്സ് ആണ് ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. സോ ഞാൻ ഓൾറെഡി പാക്കേജ് ഓപ്പൺ ചെയ്തു, എന്നാലും വീഡിയോയ്ക്ക് വേണ്ടി ഒന്നുകൂടെ അൺബോക്സ് ചെയ്യാണ്. ഇതാണ് അവരുടെ പാക്കേജിങ്. ഈ നൈക്കയുടെ പാക്കേജിങ് വളരെ ഇഷ്ടമാണ്. നല്ല പാക്കേജിങ് ആണ്. ഇതുവരെ എനിക്ക് ഡാമേജ്ഡ് ആയിട്ട് പ്രൊഡക്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല. അതുപോലെ എല്ലാ കോസ്മെറ്റിക് അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഞാൻ മേടിക്കുന്നത് നൈക്കയിൽ നിന്നാണ്. കൂടെ കുറച്ചൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ പാക്കേജ് ഓപ്പൺ ചെയ്യാം. ഓൾറെഡി സീലൊക്കെ പൊട്ടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് അധികം പാടൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്താൽ മതി. അവരുടെ എല്ലാ പ്രൊഡക്ട്സും ഇതുപോലെ പേപ്പറിൽ റാപ്പ് ചെയ്തിട്ടാണ് വരാറ്. നമുക്ക് ഓരോരോ പ്രൊഡക്ട്സ് ആയിട്ട് കാണാം. ഇതിലെ എല്ലാ പ്രൊഡക്ട്സും ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതാണ്, ഒരെണ്ണം ഒഴിച്ച്. ബാക്കി എല്ലാം ഞാൻ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. സോ നമുക്ക് ഓരോരോ പ്രൊഡക്ട്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റിലത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഈ കെ ബ്യൂട്ടിയുടെ ലൂസ് പൗഡറാണ്. ഇതിൻ്റെ ഷെയ്ഡ് പെക്കാൻ എന്നാണ് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. ഷെയ്ഡ് നമ്പർ വന്നിട്ട് 07 ആണെന്ന് തോന്നുന്നു. എനിക്ക് അധികം കോമ്പാക്ട് പൗഡേഴ്സ് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഞാൻ കൂടുതലും ടാൽക്കം പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഒരു ലൂസ് പൗഡർ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ കെ ബ്യൂട്ടിയുടെ ഈ ലൂസ് പൗഡർ വാങ്ങിച്ചത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പാക്കേജിംഗ് ഒക്കെയാണ്. സോ ഇതാണ് അവരുടെ പ്രൊഡക്റ്റ് വന്നിട്ട്. ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതിങ്ങനെ സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീൽ നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. സോ ഇതാണ് അവരുടെ പ്രൊഡക്റ്റ്. ഷെയ്ഡ് ഇതുപോലെ വരും. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. സോ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ലാനേജിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ഇത് ഞാൻ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുണ്ടിപ്പം വളരെ ഡ്രൈ ആയിട്ട് തൊലിയൊക്കെ പൊളിഞ്ഞു പോകുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ്. സോ ലിപ് ബാം ഒന്നും എനിക്ക് അങ്ങനെ വർക്ക് ആവുന്നില്ല. ഞാൻ വിഷ് കെയറിൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ലിപ് ബാമായി യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം ഒരു ഹൈഡ്രേഷൻ കിട്ടും. പിന്നെ അത് പോയി കഴിയുമ്പോൾ വീണ്ടും പഴയതിനേക്കാൾ മോശമായിട്ട് ഡ്രൈ ആയിട്ട് ചുണ്ടിങ്ങനെ വെടിച്ച് കീറുന്ന പോലെ തൊലിയൊക്കെ ഇങ്ങനെ വിണ്ട് കീറുന്ന ഒരവസ്ഥയാണ്. ഞാൻ ഇങ്ങനെ റിവ്യൂസ് ഒക്കെ നോക്കിയ സമയത്ത് ഈ പ്രോഡക്റ്റ് വളരെ നല്ലതാണെന്ന് ഇങ്ങനെ കണ്ടു. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിൻ്റെ ചെറിയ പാക്കിംഗ് ആണ്. ഇതിൻ്റെ 8 gram ആണിത്. ഇതിൻ്റെ വലിയ പാക്കേജിന് 1000 സംതിങ് ആണ് റേറ്റ്. ഇത് വന്നിട്ട് 500 സംതിങ് ആണ്. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. യൂസ് ചെയ്തിട്ട് എന്താണ് റിവ്യൂ എന്ന് പറയാം. ഇങ്ങനെയാണ് പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ് വരുന്നത്. സോ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം റിവ്യൂ. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ ഹൈഡ്രേറ്റിംഗ് ജെന്റിൽ ഫേസ് വാഷ് ആണ്. സോ ഇതും എൻ്റെ ഫസ്റ്റ് പർച്ചേസ് ആണ്. ഇത് എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിയില്ല. ജെന്റിൽ ഫേസ് വാഷ് ആയതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. എനിക്ക് എൻ്റെ അത്യാവശ്യം ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് ജെന്റിലായിട്ടുള്ള പ്രൊഡക്ട്സ്, ലൈറ്റ് വെയ്റ്റ് പ്രൊഡക്ട്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാം. ഇതിൻ്റെ ഓൾറെഡി ഇവരുടെ 72 hours ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസർ ആണ്. അധികം എൻ്റെ സ്കിന്നിന് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാത്ത, എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്ന നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ഞാൻ ഈ ഫേസ് വാഷ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് മേടിച്ചതാണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ടോണറാണ്. ഞാൻ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഗുഡ് വൈബ്സിൻ്റെ കുക്കുംബർ ടോണറായിരുന്നു. ഇപ്പം ഞാൻ ഇടയ്ക്ക് വെച്ച് ടോണർ യൂസ് ചെയ്യുന്നത് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം വീണ്ടും ഞാൻ വിചാരിച്ചു ടോണർ യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പം പുതിയതായിട്ടൊരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചാണ്. ഇവരുടെ
ഈ നിയാസിനമൈഡ് സിറം ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തൊരു സിറമാണ്. സോ അവരുടെ തന്നെ ടോണർ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മേടിച്ചതാണ് ഈ ടോണർ. ഇപ്പം കറന്റ് ഞാൻ സിറം ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിൽ ഓൾറെഡി നിയാസിനമൈഡ് ഉണ്ടെന്ന് അവർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. സോ ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ മാൾസിൻ്റെ ഒരു ബ്ലഷ് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് 06 ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബ്ലഷ് മേടിക്കുന്നത്. അപ്പം ഇനി കുറേ ഇവൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അപ്പോഴത്തേന് യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തേക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ യാതൊരു ബ്ലഷും യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ മാരേജിന് മേക്കപ്പിന് അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഇതുവരെ ബ്ലഷ് യൂസ് ചെയ്തിട്ടില്ല. സോ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാം. നമുക്കിത് എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ ഇങ്ങനെയാണ് വരുന്നത്. ഒരു കുട്ടി പാക്കേജിങ് ആണ്, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഒന്ന് ഓപ്പൺ ചെയ്യുന്ന ഷെയ്ഡ് എങ്ങനെ ഉണ്ടോയെന്ന് നോക്കാം. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. സോ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഫസ്റ്റ് ടൈമാണ് ബ്ലഷ് യൂസ് ചെയ്യുമ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും. കുറച്ച് യൂസ് എടുക്കാം. കൊള്ളാൻ തോന്നും. എന്തായാലും യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ലാസ്റ്റിംഗ് പവറൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്തായാലും ഇതൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബ്ലഷാണ്. ആദ്യമായിട്ട് ബ്ലഷ് ട്രൈ ചെയ്യണമെന്നൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ട് പറയാം. അപ്പം നമുക്ക് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റിലേക്ക് കിടക്കാം. നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ലിപ്സ്റ്റിക്കാണ്. ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഷെയ്ഡായിട്ട്, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഈ ലാക്മിയുടെ ഫോറെവർ മാറ്റ് റേഞ്ചിൽ വരുന്ന ന്യൂ ഡ്രീം എന്ന് പറഞ്ഞ ഷെയ്ഡ്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണിത്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടൊരു ലിപ്സ്റ്റിക്ക് മേടിക്കുന്നത് ഈ ഷെയ്ഡാണ്, ഈ ലിപ്സ്റ്റിക്കാണ്. സോ ഒരു 1-2 ട്യൂബ് തീർത്തതിന് ശേഷം പിന്നെ ഞാനിത് പർച്ചേസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 1 year ആയി ഇത് മേടിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്നുകൂടെ റീപർച്ചേസ് ചെയ്യാമെന്ന്. അങ്ങനെ ഇതെൻ്റെ 3rd റീപർച്ചേസ് ആണ് ഈ ലാക്മിയുടെ ഫോറെവർ മാറ്റിലെ ഈ ന്യൂ ഡ്രീം എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഈ ഷെയ്ഡ് ആർക്കൊക്കെ ഇഷ്ടമുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇതൊക്കെയാണ് ഞാൻ നൈക്ക ഹോട്ട് പിങ്ക് സെയിലിൽ നിന്ന് പർച്ചേസ് ചെയ്ത പ്രൊഡക്ട്സ്. സോ ഇതിൽ ഏതെങ്കിലും പ്രൊഡക്ട്സ് നിങ്ങൾ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ജസ്റ്റ് ഷെയർ ചെയ്യുക. അതുപോലെ ഇതിൽ ഏതെങ്കിലും പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.